വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി മോശമെന്ന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഓണത്തിന് 19,000 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം പോലും കേന്ദ്രം നൽകുന്നില്ല. ഇക്കാര്യത്തിൽ വഞ്ചനാപരമായ നിലപാടാണ് കേരളത്തിലെ UDF MP-മാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുകയിൽ വലിയ കുറവ് വരുന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു. 2023-24 വർഷം കേന്ദ്രവിഹിതം 30% മാത്രമായി ചുരുങ്ങി. കേരളത്തിന് എടുക്കാവുന്ന വായ്പാ പരിധി 3%. AGയുടെ കണക്ക് പ്രകാരം 2.2% മാത്രമാണ് കേരളം എടുത്തിട്ടുള്ളത്. ഏകദേശം 8,000 കോടിയോളം രൂപ ഇനിയും കടമെടുക്കാൻ കഴിയും. എന്നാൽ അതുപോലും എടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ലെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിൽ നമുക്ക് തരേണ്ട പണത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളല്ലാതെ ആരാ പറയേണ്ടത്? 22-23 ആകെ സംസ്ഥാനത്തിൽ വരുമാനം വരുന്നതിന്റെ 65.6% സംസ്ഥാനം ഉണ്ടാക്കണം, ബാക്കി കേന്ദ്രം. ഈ വർഷം അത് 71%. ഇനി 30% മാത്രമേ കേന്ദ്രം നിങ്ങൾക്ക് എനിക്ക് കൂടി കിട്ടേണ്ട നമുക്ക് വിഹിതത്തിൽ തരേണ്ടത് തരുന്നുള്ളൂ. സാഹചര്യം ഇതാണെങ്കിലും എല്ലാ വിഭാഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണം അലവൻസായി 1000 രൂപ വീതം നൽകും. KSRTCക്ക് 70 കോടി രൂപ അനുവദിച്ചു. ലോട്ടറി മേഖലയിൽ പെൻഷനായി 25 കോടി രൂപ നൽകും. എന്നാൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വിരലുകൾ പോലും കെട്ടിയിടുകയാണെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാൻ UDF MP-മാർ തയ്യാറാകുന്നില്ല. കേരളത്തിലെ ജനങ്ങളോട് UDF MP-മാർ വഞ്ചനയാണ് കാട്ടുന്നതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലെ മൊത്തം UDF MP-മാരും കൂടി ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഉന്നയിച്ചിട്ട് ഈ കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ മറുപടി പറയേണ്ടി വരും. മറ്റ് സ്റ്റേറ്റുകളൊപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.